ഓപ്പൺ എ കമ്പനി ശരിക്കും പേടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഓപ്പൺ ഫ്ലോ പ്രൊജക്ട് ഉണ്ടല്ലോ, റീസെന്റ് വൈറലായ ആ പ്രൊജക്ട് ബിൽഡ് ചെയ്ത ഡെവലപ്പർ പീറ്റർ സ്റ്റീംബർഗറിനെ അവരിപ്പോ ഹയർ ചെയ്തിരിക്കുകയാണ്. യെസ്, കേട്ടത് ശരിയാണ്. ഒഫീഷ്യലായിട്ട് സാം ആൾട്ട്മാൻ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ന്യൂസ് പുറത്തായത്. അപ്പൊ ഇനി എന്തായിരിക്കും പീറ്ററിന്റെ മിഷൻ? അതാണ് ഇപ്പൊ ചോദ്യമായിട്ടുള്ളത്. പീറ്റർ ഇനി അടുത്ത ജനറേഷന് വേണ്ടിയുള്ള ഏജന്റ്സിനെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇപ്പൊ ഓപ്പൺ ഗ്ലോ പോലത്തെ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടെക്നിക്കൽ നോളജ് വേണം. അതായത് API, പെർമിഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ബിൽഡ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവരണം. തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് അതിന്റെ പുറത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതൊരു നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് പോലും ഇത് യൂസ് ചെയ്യാൻ കണക്കിന് ഓപ്പൺ AI ആയിട്ട് പുതിയ റിലീസസ് കൊണ്ടുവരാനാണ് അവരുടെ പ്ലാൻ. ഇതൊക്കെ കേട്ട് ഓപ്പൺ ഗ്ലോയുടെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് നശിച്ചു പോകുന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം പീറ്ററും പേഴ്സണലി ഒരു ബ്ലോഗ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ പ്രൊജക്ടിനെ ഇനി ഓപ്പൺ AI സപ്പോർട്ട് ചെയ്യുമെന്നും ഈ ഒരു പ്രൊജക്ട് ഇനി അങ്ങോട്ട് ഫൗണ്ടേഷണൽ ആയിട്ട് യൂസ് ചെയ്യുമെന്നാണ്. ഈവൻ അതിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ അമ്മയ്ക്ക് പോലും യൂസ് ചെയ്യാൻ കണക്കിനുള്ള ഒരു ഏജൻസിനെ ഇനി കൊണ്ടുവരണം എന്നതാണ് പുള്ളിയുടെ മിഷൻ. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ഓപ്പൺ AI എന്താണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. കാരണം അവരുടെ ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്, ബില്യൺസ് ഓഫ് ഫണ്ടിങ് ഉള്ള കമ്പനിയാണ്. ആർക്ക് വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ AI ഏജൻസിനെ ഇനി അവർ റിലീസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോ. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ റെഫർ ചെയ്ത ബ്ലോഗും നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് വായിച്ചു നോക്കിക്കോ.